കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വകാര്യ ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് മോട്ടോർ വാഹന വകുപ്പ്. ബസ് ഡ്രൈവറായ ഇസ്മായിലിന്റെ ലൈസൻസാണ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് ചേരുകയാണ്. അഭിജിത്ത്, ഇതിൽ ബസ് ഡ്രൈവറുടെ ഭാഗത്ത് പിഴവുണ്ടെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണോ ഇങ്ങനൊരു നടപടിയിലേക്ക് കടന്നത്? തീർച്ചയായും പ്രവിധ, നമ്മൾ ഈ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത, അതിൻ്റെ മരണപ്പാച്ചിലൊക്കെ ദിനംപ്രതി എന്നോണം റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണിത്. കഴിഞ്ഞ ദിവസമാണ് പേരാമ്പ്രയിൽ വെച്ച് പരീക്ഷ കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങുകയായിരുന്ന യുവാവിനെ ഈ സ്വകാര്യ ബസ് ഇടിക്കുന്നത്. സേഫ്റ്റി എന്ന സ്വകാര്യ ബസ്സാണ് ഇടിച്ചത്. അതിനെ തുടർന്ന് ആ വിദ്യാർത്ഥി മരണപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. ഈ സംഭവത്തിൽ ഇയാൾക്കെതിരെ, ഈ സേഫ്റ്റി എന്ന ബസ്സിൻ്റെ ഉടമയും ഡ്രൈവറുമായ ഇസ്മയിലിനെതിരെ പോലീസ് കേസെടുക്കുകയും അയാളെ കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കൂടി മോട്ടോർ വാഹന വകുപ്പ് കടന്നിട്ടുണ്ട്. അയാളോട് മതിയായ കാരണം വ്യക്തമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. അയാൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ നൽകിയ മറുപടി തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് 6 മാസത്തേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു പുതിയൊരു CCTV ദൃശ്യം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കത് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ വേഗതയിൽ തന്നെയാണ് ഈ ബസ് എത്തുന്നത്. ഒരു വളവിൽ വെച്ച് ഈ ബസ് ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് കയറുകയാണ്. പിന്നാലെ ഈ ബൈക്കുമായി കൂട്ടിയിടിക്കുന്നു. ഈ ബൈക്കിൽ നിന്ന് യുവാവ് വളരെയധികം ദൂരത്തേക്ക് തെറിച്ചു വീഴുന്നതും നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും ഇപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയും ഈ ബസ് ഡ്രൈവർക്കെതിരെ ഉണ്ടായിരിക്കുന്നു. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.